ഒരുപാട് വിമർശനങ്ങൾ വന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മന്ത്രി നല്ല അഭിനേത്രിയാണ്, എന്താ ഇത്ര സംശയം, മോണാക്ടിന്റെ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അഭിനയമാണ്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. വാസ്തവത്തിൽ ഇത് അന്ന് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഉറപ്പാണോ? എന്താശാനെ അങ്ങനെ ചോദിക്കുന്നത്? പറഞ്ഞു ഈ സമരക്കാരോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ വല്ലാതെ ഓവർപ്ലേ ചെയ്തു എന്നൊരു സംശയം അങ്ങനെയാണ് സമൂഹത്തിലുണ്ടാവും. ഞാൻ KSUവിന്റെ അടുത്തേക്ക് പോയതാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ അടുത്തെത്തി എന്നുള്ളത് ഓക്കെ, അതിനപ്പുറത്ത് തെളിവുണ്ട്, വീഡിയോ തെളിവുകളില്ല. ഫിസിക്കൽ അസോൾട്ടിന് വീഡിയോ തെളിവുകളില്ല, CCTV ദൃശ്യങ്ങളില്ല, യാതൊരു തെളിവുണ്ടോ? അഭിലാഷ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് ഉയർത്തി വീശുവോ? അല്ല, അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. കഴുത്തിൽ അടിയേറ്റതുപോലെയുള്ള അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എന്റെ കഴുത്തില് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചിരുന്ന വാദങ്ങൾ പൊളിയുകയാണ്. മന്ത്രിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രതികൾ കഴുത്തിനാക്രമിച്ചതായി ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. ആയുധം ഉപയോഗിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ ചതവോ ഇല്ല എന്നും പറയുന്നു. കഴുത്തിന്റെ പല ഭാഗങ്ങൾ തൊടുമ്പോൾ വേദന മാത്രമെന്നാണ് പറയുന്നത്. തട്ടിപ്പാണല്ലേ? ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ആശുപത്രി ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം കത്രിക കട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പത്രത്തിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ഒരു ചിത്രത്തിൽ ഉൾപ്പെടെ ഈ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് കാണിച്ച ആ പരിക്കുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ ഓർമ്മയില്ലാണ്ടായില്ലെങ്ങനാ? ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, എന്റെ സമയം ശരിയല്ലാത്തോണ്ടാ. സത്യത്തിൽ ഓസ്കാർ അവാർഡിന് ശുപാർശ ചെയ്യണം. ഉർവശി അവാർഡൊന്നും പോരാ ജോണി, പിന്നെ പതുക്കെ ഉർവശി അവാർഡ് പോരാ, ഓസ്കാർ അവാർഡ് എന്തൊരു അഭിനയമായിരുന്നു. ഇന്നിപ്പോ എല്ലാവർക്കും ബോധ്യമായല്ലോ, ഒരു തെളിവ് പോലും ഇല്ല. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയി. മുദ്രാവാക്യം വിളിച്ച ബദലിക്ക് വേദന വരുന്നു. വെറുതെ അഭിനയിച്ചുണ്ടാക്കിയ പരിക്കാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധങ്ങൾക്ക് ഏറ്റവും സ്വാഭാവികമായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെയാണ് KSU പ്രതിഷേധിച്ചത്. പക്ഷേ അപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെന്നാണ്. പറ്റിപ്പോയടാ, വേണ്ട ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പക്ഷേ ഇന്നിപ്പോൾ പോലീസിന്റെ അടക്കം മൊഴി ലഭിക്കുമ്പോൾ നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോവുകയാണ്. അതെ. അപ്പൊ പറഞ്ഞെന്താ വെച്ചാലേ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ.